പ്രിയമുള്ളവരെ, വചനജ്വാല 1051 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 17 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ 1 മക്കബായർ 1-ാം അധ്യായം 10 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. 10 മുതൽ 28 വരെയുള്ള തിരുവാക്യങ്ങൾ. അന്തിയോക്കസ് എപ്പിഫാനസ്. അവരുടെ വംശത്തിൽപ്പെട്ട അന്തിയോക്കസ് രാജാവിന്റെ പുത്രനായി തിന്മയുടെ തേവരായ അന്തിയോക്കസ് എപ്പിഫാനോസ് ജനിച്ചു. ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിതമായതിന്റെ 137-ാം വർഷം ഭരണമേൽക്കുന്നതിന് മുമ്പ് അവൻ റോമായിൽ തടവിലായിരുന്നു. അക്കാലത്തെ നിയമ നിഷേധകരായ ചിലർ മുന്നോട്ടു വന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു, ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം. കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം അവർക്ക് ഇഷ്ടപ്പെട്ടു. കുറെ ആളുകൾ താൽപര്യപൂർവം രാജാവിന്റെ അടുക്കലെത്തി. വിജാതീയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ അവർക്ക് അനുവാദം നൽകി. അവർ ജെറൂസലേമിൽ നിന്ന് വിജാതീയ രീതിയിലുള്ള ഒരു കായികാഭ്യാസ കളരി സ്ഥാപിച്ചു. പരിച്ഛേദനത്തിന്റെ അടയാളങ്ങൾ അവർ മായിച്ചു കളഞ്ഞു. വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. രാജ്യം തന്റെ കയ്യിൽ ഭദ്രമായി എന്ന് കണ്ട് ഈജിപ്തിന്റെ കൂടി രാജാവാകാൻ അന്തിയോക്കസ് തീരുമാനിച്ചു. 2 രാജ്യങ്ങളുടെയും അധിപനായിരുന്നു അവന്റെ മോഹം. രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കപ്പൽപ്പടവും അടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു. ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ ഏറ്റുമുട്ടി. ടോളമി പിന്തിരിഞ്ഞോടി. വളരെ പേർ മുറിവേറ്റു വീണു. ഈജിപ്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ പിടിച്ചടക്കി. ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു. 143-ാം ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം അന്തിയോക്കസ് മടങ്ങി. ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജെറൂസലേമിലെത്തി. അവൻ ഔദിത്യത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്കുകാലുകളും അവിടെയുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി. തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണ ധൂപകലശങ്ങളും തിരശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവർ കൊള്ളയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച പാത്രങ്ങളും കൈവശപ്പെടുത്തി. ഒളിച്ചുവെച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി. അവയും കൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി. അവൻ ഏറെ രക്തം ചൊരിഞ്ഞു. അവന്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റിനിന്നു. ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു. ഭരണാധിപന്മാരിലും പ്രമാണികളിൽ നിന്ന് ദീനരോധനമുയർന്നു. യുവാക്കന്മാർ തളർന്നവശരായി. സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു. മണവാളൻ വിലപിച്ചു. മണവറയിൽ മണവാട്ടി പ്രലപിച്ചു. ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറപൂണ്ടു. യാക്കോബിന്റെ ഭവനം ലജ്ജാവൃതമായി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന്
5-ാം ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അലക്സിസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ദാനധർമ്മങ്ങൾ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപങ്ങളാണെന്ന് കരുതി ബാലനായ അലക്സിസ് തന്നിൽ നിന്നും ധർമ്മം സ്വീകരിച്ചവരെ തന്റെ ഉപകാരികളെപ്പോലെയാണ് ബഹുമാനിച്ചിരുന്നത്. ജീവിത സുഖങ്ങളും ബഹുമാനങ്ങളും തന്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്നും അകറ്റുമെന്ന് കരുതി വിവാഹ ദിവസം തന്നെ വൈവാഹിക സന്തോഷങ്ങൾ വേണ്ടെന്ന് വെച്ച് ഭാര്യയോട് യാത്ര പറഞ്ഞ് ദൂരദേശത്തേക്ക് പോയി ദരിദ്രവേഷത്തിൽ എഥോനയിൽ ദൈവമാതാവിന്റെ ഒരു ആലയത്തിന് സമീപം ഒരു കുടിലിൽ ഏകാന്തമായി താമസിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കുലീന കുടുംബത്തിലേതാണെന്ന് അവിടുത്തുകാർ മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നും തിരികെ വന്ന് തന്റെ മാളികയുടെ ഒരു മൂലയിൽ ഒരു വീട്ടുകാരും അറിയാതെ ഒരു ദരിദ്ര ഭിക്ഷുവായി 17 കൊല്ലക്കാലം ജീവിച്ചു. അക്കാലമത്രയും തന്നെയും ഭാര്യയെയും ചവിട്ടിത്തേച്ചിരുന്ന ഭാര്യയെയും ഭൃത്യന്മാരെയും ക്ഷമയോടെ വീക്ഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മരിക്കാറായപ്പോൾ ലഭിച്ച എഴുത്തുകളിൽ നിന്നാണ് ഇദ്ദേഹമാണ് തങ്ങളുടെ മകനെന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞത്. അദ്ദേഹം വഴി ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് വിശുദ്ധ അലക്സിസിനെ അനുസ്മരിച്ച് അദ്ദേഹത്തിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ആശംസിക്കുന്നു.